ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളെപ്പോഴും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നവരാണ്. ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണിത്, ബീഫ് ബിരിയാണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയാനായിട്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കിലോ ബീഫ് എല്ലോട് കൂടിയത് കഴുകിയിട്ടൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനതൊരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയുടെ അളവ് കൂടുകയും കുറയുകയും ചെയ്യരുത്. 1.5 കിലോ ബീഫിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ബീഫൊന്ന് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഞാനിപ്പോൾ ബീഫൊന്ന് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഇത് കുക്കറിൽ എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ ബീഫിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ഓരോ ബീഫിൻ്റെയും വേവ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ കുക്കറിൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് ബീഫിൻ്റെ വേവ് മാറും. ഇതിപ്പോൾ ഒരു 7 വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് അവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 8-10 കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് കിസ്മിസ് അല്ലെങ്കിൽ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ഈ ഒരു സമയത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ കാഷ്നട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ മൊത്തം ഈ ഒരു ബിരിയാണിക്ക് ഞാൻ എടുക്കുന്നത് 1 കിലോ സവോളയാണ്. 1.5 കിലോ ബീഫിന് 1 കിലോ സവോള. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 3 സവോള തിന്നായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോഴത്തെ സവോളൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ നമ്മൾ ഇത് ഓയിലിൽ നിന്ന് മാറ്റണം. ഇനി മുരിയാൻ നിൽക്കരുത്. ഇനി മുരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കരിഞ്ഞ പോലെ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ തന്നെ അത് ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത ഓണിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബിരിയാണിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനത് ഓയിലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ ബാക്കിയുള്ള സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ സവോളയും നമ്മൾ 3 ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ ബാക്കിയുള്ള സവോള ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ഓണിയനൊക്കെ കട്ട് ചെയ്തെടുക്കാറ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 10 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 12 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മുളക് കൂടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള 12 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആയിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 നല്ല പഴുത്ത തക്കാളി, ഒരു മീഡിയം സൈസുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് ഉടയണം. അപ്പോൾ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മസാലയുടെ ഒക്കെ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള തൈരാണ്. ഇതിന് പുളി കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 4 വലിയ ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിടുന്നത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തൈരും ഈ മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഈ ഒരു തൈരും മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പം നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക്. നമ്മൾ ഓൾറെഡി പുളിക്കായിട്ട് 2 തക്കാളിയും കുറച്ച് തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും പുളി കൂടുകയൊന്നുമില്ല. ഇപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു മസാലയൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്.
ബീഫ് ഒരുപാട് വെന്തുടയരുത്, ഇത് കിടന്ന് ഒരു ചെറിയൊരു വേവും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഞാനിപ്പം ഇവിടുത്തെ ബീഫ് അത്ര പെട്ടെന്ന് വേവുന്ന ബീഫല്ല, അതുകൊണ്ടാണ് ഞാൻ 6-7 വിസിൽ വരുന്ന വരെ വെച്ചത്. നാട്ടിലത്തൊക്കെ ബീഫാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം തന്നെയാണ്, നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് കുറച്ച് സമയം ഈ ഒരു മസാലയൊക്കെ ഇടുന്നിട്ട് നല്ല പോലെ ഒന്ന് കുക്കായി ഒന്ന് മിക്സായി വരാനായിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ബീഫിന് നല്ല ടേസ്റ്റ് വരിക. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി ആ കുറച്ച് വെള്ളമുള്ളതൊക്കെ ഒന്ന് വറ്റി വന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലായാലും കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ആകെ 3 ടേബിൾ സ്പൂൺ മാത്രം നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 4-5 ഏലക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ 4 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ വാർന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ഗ്രീൻ ഫാമിൻ്റെ ജീരകശാല റൈസാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് നമുക്ക് ഈ ഒരു അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 8 കപ്പ് നല്ല ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം നല്ലപോലെ ചൂടാക്കി വെച്ചിട്ട് കെറ്റിലിൽ നിന്ന് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 4 കപ്പിന് 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് എപ്പോഴും കുറച്ച് ഫ്രണ്ടിൽ നിൽക്കണം, അപ്പോഴായിരിക്കും വെന്ത് കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുക. പിന്നെ നമ്മൾ അടുത്തൊരു 3-4 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് സമയം 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് അവിടെ കിടന്ന് വേവട്ടെ, നമ്മുടെ മസാല എന്തായിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കൈവച്ചതുപോലെ പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിന് കുറച്ച് നമ്മളിവിടെ മാറ്റി വെക്കുന്നുണ്ട്, അത് നമുക്ക് വേറൊരു സമയത്ത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു മസാലയുടെ ടെക്സ്ചറും ടേസ്റ്റും എല്ലാം മാറി വരുന്നത്. ഇത് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്ത് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും കളറൊക്കെ വരും. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഓൾറെഡി ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ അതേ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണ്. നല്ല പോലെ നമ്മളിട്ട ഉള്ളിയൊക്കെ അതിലൊന്ന് നല്ലപോലെ മിക്സായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെപ്പോഴും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുക. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയിലയും പുതിനയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയും പുതിനയും ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മല്ലിയിലയും പുതിനയും കൂടെ ഇതിൽ കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് നല്ലൊരു ബിരിയാണി വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഒണിയൻ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിയുള്ളത് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാത്രം നമുക്കിതേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബാക്കിയുള്ള ഒണിയൻ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ബിരിയാണി ദം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള റൈസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം റൈസ് നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഒണിയനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിന അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലപോലെ കവർ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വെക്കുക. വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടി കരിഞ്ഞ് പോവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു റൈസ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു മസാല കൂടി ചേർന്നിട്ടുള്ള ആ ഒരു റൈസും കൂടെ നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ബീഫൊക്കെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു മസാല സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.